സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾക്ക് ചുട്ട മറുപടിയുമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി സരിൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ. നവംബർ 23-ന് എൻ്റെ ഈ ചിരി മാറ്റി കരച്ചിലാക്കുമെന്നും അങ്ങ് ഇല്ലാതാക്കി കളയുമെന്നുമൊക്കെയുള്ള കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നതെന്ന് സൗമ്യ ഫേസ്ബുക്കിൽ കുറിച്ചു. ഭർത്താവ് MLAയോ മന്ത്രിയോ ഒക്കെ ആയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒന്ന് ചിരിക്കാനുമൊക്കെ എന്ന് കരുതി കാത്തിരിക്കുന്നവരോട് പോരെ ഈ വീരവാദമൊക്കെയെന്ന് സൗമ്യ സരിൻ ഫേസ്ബുക്കിൽ ചോദിച്ചു. സൗമ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. നവംബർ 23 എൻ്റെ ഈ ചിരി മാറ്റി കരച്ചിലാക്കുമെന്നും അങ്ങ് ഇല്ലാതാക്കി കളയുമെന്നുമൊക്കെ ചില മാന്യദേഹങ്ങൾ കമൻറ്റ് ബോക്സിൽ അറഞ്ചും പുറഞ്ചും എഴുതുന്നുണ്ട്. എന്താണിപ്പോൾ ഈ മാസം 23-ന് ഇത്രമാത്രം പ്രത്യേകത എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കങ്ങ് കലങ്ങിയില്ല. ഇപ്പോൾ നടക്കുന്ന ബൈ ഇലക്ഷൻ വോട്ടെണ്ണൽ എന്നാണ് അറിയാം. അതിലിപ്പോൾ ഇത്ര കരയാനെന്തിരിക്കുന്നു? ഓ അങ്ങനെ, എൻ്റെ ഭർത്താവ് സരി തോൽക്കുമെന്നും അപ്പോൾ ഞാൻ തല തല്ലി കരയുമെന്നും നാട് വിട്ട് ഓടുമെന്നുമൊക്കെ ആയിരിക്കാം കവികൾ ഉദ്ദേശിച്ചതല്ലേ? ഇപ്പോൾ പിടികിട്ടി. അപാര കോൺഫിഡൻസ് ആണല്ലോ. അതിൽ സരിനെ തോൽപ്പിക്കുമെന്ന കോൺഫിഡൻസ് ഒരു മത്സരമാകുമ്പോൾ വേണ്ടത് തന്നെയാണ്. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്, കീപ് ഇറ്റ് അപ്പ്. ഒരു തിരഞ്ഞെടുപ്പാകുമ്പോൾ അതൊക്കെ, അല്ലെങ്കിൽ പിന്നെന്താ രസം? പണം ഞങ്ങൾ തരും. ഒരാൾ ജയിക്കണം, മറ്റുള്ളവർ തോൽക്കണം. അതാണല്ലോ അതിൻ്റെ ഒരിത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ വിജയിക്കട്ടെ. ജയിക്കുന്നത് ആരായാലും അവർക്കുള്ള അഭിനന്ദനങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കുന്നു. പക്ഷേ എന്നെ കരയിപ്പിച്ചങ്ങ് ഇല്ലാതാക്കുമെന്ന കോൺഫിഡൻസ്, അതാണ് എനിക്കങ്ങ് ബോധിച്ചത്. അതൊരു വല്ലാത്ത കോൺഫിഡൻസ് ആയിപ്പോയി. കുറച്ചെങ്കിലും ആളും തരവുമൊക്കെ നോക്കേണ്ടേ ഇതൊക്കെ പറയുന്നതിന് മുൻപെന്നും. ഗ്രോ അപ്പ് ഗൈസ് എന്നും. ഭർത്താവ് MLAയോ മന്ത്രിയോ ഒക്കെ ആയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒന്ന് ചിരിക്കാനുമൊക്കെ എന്ന് കരുതി കാത്തിരിക്കുന്നവരോട് പോരെ ഈ വീരവാദമൊക്കെ. പിന്നെ എൻ്റെ ഈ ചിരി, എനിക്ക് ചിരിക്കാൻ ഇതൊന്നുമല്ലാതെ തന്നെ നൂറുകണക്കിന് കാരണങ്ങളുണ്ട്. അതിന് എൻ്റെ ഭർത്താവ് എന്തെങ്കിലും പദവികളിൽ എത്തണമെന്ന് ഒരു നിർബന്ധവും എനിക്കില്ല. അതുകൊണ്ട് ഈ ചിരി ഇവിടെ തന്നെ കാണും. ഈ ചിരിയുടെ താക്കോൽ എൻ്റെ കയ്യിലാണ്. അത് ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. എനിക്ക് തോന്നുമ്പോൾ ചിരിക്കും, തോന്നുമ്പോൾ കരയും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇനി റോസിക്ക് ഞാൻ കരയണമെന്ന് അത്രക്ക് നിർബന്ധമാണെങ്കിൽ റോസി അങ്ങോട്ട് മാറി നിന്ന് 2 റൗണ്ട് അങ്ങ് കരഞ്ഞു തീർത്തോളൂ. ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. നമ്മളെ വിട്ടേക്കെന്നും എൻ്റെ പോസ്റ്റുകൾക്ക് താഴെ വന്ന് ഈ വക മാസ് ഡയലോഗുകൾ എഴുതി ആത്മനിർവൃത്തി അടയുന്നവരോടാണ്. ആ നേരം പോയി തൂമ്പയെടുത്ത് പോയി 4 കിളക്കാൻ നോക്കുന്നു. ഒരു മൂട് കപ്പയെങ്കിലും പറിക്കാം. വെള്ളിയാഴ്ചയും വലിയ പെരുന്നാളും ഒപ്പം വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ലെന്നും കുറിക്കുന്നുണ്ട്.